ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റവ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാനൊന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതോ അല്ലെങ്കിൽ പയ്യെ ക്രഷ് ചെയ്തെടുത്തതോ ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂണോളം ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവയിൽ നിന്ന് അല്പമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതായതുകൊണ്ട് തന്നെ റവ ഇടുന്ന വഴി അങ്ങ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട പിടിക്കാതെ കറക്റ്റായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ റവ ഒന്നായിട്ട് ഫുള്ളായിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അല്പമായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 250 ml മെഷറിംഗ് കപ്പാണ്. അതിപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കപ്പോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലോ എടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റവ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്നും ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് റവയുടെ ആ ഒരു പരുവം ആക്കിയെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയൊരു പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തിരിക്കുന്നത്, പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയാണ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ക്രഷ്ഡ് ചില്ലീസാണ്. അതിന് പകരം നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാറ്റ് മസാലയാണ് ചേർക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാലയായാലും ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ എടുക്കുക. എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ബോൾസ് എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് മുറുക്കി നമ്മൾ ബോൾസ് എടുക്കുക. അപ്പോഴാണ് നമ്മൾക്കിടെ ഒരു കറക്റ്റ് ആവുന്നു പൊട്ടിപ്പോവാണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാ സൈഡും കൂടി ഒന്ന് സ്ക്വയർ ഷേപ്പ് വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഇതും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാടങ്ങ് കനം കുറച്ചിട്ട് വേണ്ട, ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഒരെണ്ണം കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതുപോലെ ബോളാക്കി എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് എടുത്ത് വെച്ചാൽ മതി. ഈ സ്ക്വയർ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്ലേറ്റിലോ എന്തെങ്കിലും വെച്ച് എല്ലാ സൈഡും ഒന്ന് സ്ക്വയർ വരുന്ന രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എടുക്കുന്ന ടൈമിൽ തീരെ അങ്ങ് കനം കുറഞ്ഞു പോകരുത്. ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് മൊത്തം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം.
നമുക്ക് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2-3 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് എണ്ണയിലിട്ട് 2 സൈഡും നന്നായിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണയിൽ ഇടുന്ന ടൈമിൽ നമുക്ക് ഒരുപാടങ്ങ് ക്രൗഡിയാക്കി ഇടണ്ട. അന്നേരം നമുക്ക് തിരിച്ച് മറിച്ച് ഇടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വേവാനായിട്ട് നിൽക്കരുത്. ജസ്റ്റ് ഒരു സൈഡൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ തിരിച്ചിടുക. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനെ പൊടിഞ്ഞു പോവാണ്ടിരിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സൈഡ് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിടുക. അത് കഴിഞ്ഞിട്ട് ആ സൈഡും ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടുക. അങ്ങനെ ഇട്ടിട്ട് പിന്നെ അങ്ങ് ഒരു സൈഡ് അങ്ങ് ശരിക്കും ക്രിസ്പി ആയതിന് ശേഷം മാറ്റി മാറ്റി ഇട്ടാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പൊടിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കുക. അവരൊക്കെ നന്നായിട്ട് ഇത് കഴിച്ചോളും. പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് ഉള്ളിൽ പൊക്കോളും. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്